പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം US ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുളസി ഗബാർഡ് ഇന്ത്യയിലെത്തിയിട്ടുണ്ടല്ലോ. വിവിധ ലോക നേതാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. മാത്രമല്ല അജിത് ഡോവലുമായി കൂടിക്കാഴ്ചയുണ്ട്. എന്തായിരിക്കും ഈ വരവിന്റെ പൊതുവിലുള്ള ഉദ്ദേശം? നമുക്ക് നോക്കി കാണുമ്പോൾ മനസ്സിലാകുന്ന എന്തൊക്കെയാണ്? ഇതിനകത്ത് ഇപ്പൊ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഇന്റലിജൻസ് മേധാവി എന്നാ പറയുന്നത്. അവരാണ് ഈ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത്. അമേരിക്കയിലെ വലിയൊരു പോസ്റ്റാണ്. അവര് ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ അമേരിക്കക്കാരിയാണെങ്കിൽ പോലും അവര് ഈ ഹിന്ദു സംസ്കാരം സ്വീകരിച്ചു അതിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളും അവരൊക്കെ ഉണ്ട്. അവര് വരുന്ന പദവികളിലൊക്കെ ഈ പറഞ്ഞ അടുത്ത പദവികളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യത്തില്ലേ. നമ്മൾ ബൈബിൾ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പൊ അതിനകത്ത് അവരെ ഈ ഭഗവത്ഗീത വെച്ചാ സത്യപ്രതിജ്ഞ എല്ലാം ചെയ്തിട്ടുള്ളത്. ആ ആചാരപ്രകാരം ജീവിക്കുന്ന ഒരാളാണ്. നരേന്ദ്രമോദിയുടെ വലിയൊരു ഫാനാണ്. നരേന്ദ്രമോദി ഇവരുടെ കല്യാണത്തിന് വരെ ഗിഫ്റ്റ് കൊടുത്തു വിട്ടതാണ് അന്ന് ഇവിടുന്ന്. അപ്പൊ അത്രയ്ക്ക് വലിയ അടുപ്പമാണ്. നരേന്ദ്രമോദി ഒരു സഹോദരൻ, അല്ലെങ്കിൽ അവരുടെ പ്രായം വെച്ചിട്ട് നോക്കുമ്പോൾ സഹോദരൻ, അല്ലെങ്കിൽ വേണമെങ്കിൽ അച്ഛൻ എന്നുള്ള രീതിയിലൊക്കെ കാണാം. ആ രീതിയിൽ കാണുന്ന ആള്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവിടെ അമേരിക്കയിൽ ചെന്നപ്പോഴേ ഇദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് വേണ്ടി നോക്കിയിരുന്ന് നരേന്ദ്രമോദിയെ കണ്ട് സംസാരിച്ചു. അന്ന് അവര് ഇതിനകത്ത് അധികാരത്തിൽ ഏറിയിട്ട് മണിക്കൂറുകൾ ആയിട്ടുള്ളായിരുന്നു ഈ പോസ്റ്റിലേക്ക്. അപ്പൊ ഇന്നലെ അജിത് ഡോവലുമായിട്ടൊക്കെ സംസാരിച്ചു. 10-20 രാജ്യങ്ങളിൽ ഇതുപോലെ രഹസ്യാന്വേഷണ ഇന്റലിജൻസ് സംവിധാനത്തിലെ മേധാവികളുമായിട്ടൊക്കെ സംസാരിച്ചു. അജിത് ഡോവലുമായിട്ട് രഹസ്യമായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ വേറെ പല ഇന്റർവ്യൂകൾക്കകത്ത് അവർ കൊടുത്തിരുന്നത് ബംഗ്ലാദേശിന്റെ വിഷയവും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ വിഷയവും, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ അജിത് ഡോവലുമായിട്ട് സംസാരിച്ചത് ഖാലിസ്ഥാൻ വിഷയമാണ്, അല്ലെങ്കിൽ ഖാലിസ്ഥാന്റെ പ്രശ്നമാണ്. ഖാലിസ്ഥാൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാനികളെ സംരക്ഷിക്കുന്ന 2 രാജ്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഖാലിസ്ഥാൻവാദം ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തപ്പോൾ അത് അവിടെ വെച്ച് ഉണ്ടാക്കി ഇവിടേക്ക് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്ന ബൈഡനെയും അല്ലെങ്കിൽ കാനഡയുടെ ട്രൂഡോയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് നമുക്കൊരു വലിയ വിഷയമായിട്ട് വന്നിരിക്കുകയായിരുന്നു, വെല്ലുവിളിയായിരുന്നു. ഇന്ത്യ പലവട്ടം വെല്ലുവിളിക്കുന്നു. ട്രൂഡോയും ഖാലിസ്ഥാൻവാദികളും കൂടെ വെല്ലുവിളിക്കുന്നു. ബൈഡൻ ഖാലിസ്ഥാൻവാദികളെ കൊണ്ട് നമ്മളെ വെല്ലുവിളിപ്പിക്കുന്നു. അപ്പം അതിനെപ്പറ്റിയാണ് ഏറ്റവും വേണ്ടപ്പെട്ട ചർച്ച നടന്നിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ മാത്രമല്ല, രഹസ്യാന്വേഷണ വിഭാഗത്തിനകത്ത് ഇന്ത്യ ഇപ്പം റോയുടെ രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനം എന്ന് പറയുന്ന മൊസാദിന്റെ അമേരിക്കൻ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ ഒക്കെ അപ്പുറം പോയി. അതിന് ഉദാഹരണം പന്നു പറഞ്ഞ് എന്നെ കൊല്ലാൻ വരുന്നേ. അമേരിക്ക കണ്ടുപിടിക്കാൻ പറ്റാത്ത അജ്ഞാതൻ അവിടെ ചെന്നയാളെ കൊല്ലാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരായി? അപ്പം ആ രീതിയിലേക്ക് നമ്മളുമായിട്ട് സംസാരിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഈ പറയുന്ന പോലെ. പക്ഷെ അജിത് ഡോവൽ പഴയ അജിത് ഡോവലാണ്. നമ്മൾ ഈ അജിത് ഡോവലിനെ ഈ പാമ്പ് മൂക്കും തോറും വിഷമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് മൊത്തം അനുഭവിച്ച് പഠിച്ചതാ. പാകിസ്ഥാനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടത്തണമെങ്കിൽ പാകിസ്ഥാനിൽ 12-13 കൊല്ലം അതിനകത്ത് പോയി ചാരപ്രവർത്തനം നടത്തി, ഇന്ത്യക്ക് വേണ്ടി നടത്തി, അതിനകം മൊത്തം പഠിച്ചിട്ട് വന്നതന്നെ. അപ്പം ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ലോകത്തെ എല്ലാ ടെററിസ്റ്റ് സംഘടനയുടെയും ഭാഗമായിട്ടിരിക്കുന്നവരുടെ ഒരു കക്ഷി ഇദ്ദേഹത്തിന്റെ ആളായിട്ടുണ്ടെന്നാണ്. അപ്പൊ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇദ്ദേഹത്തിന് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വിദഗ്ധമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും അല്ലെങ്കിൽ ഇന്ത്യയുടെ റോയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ലോകത്തിന് അതിശയമായിക്കൊണ്ടിരിക്കുക ഇന്ത്യ. അതിനകത്ത് നമുക്ക് അഭിമാനം കൊള്ളാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റലിജൻസ് മേധാവി നേരത്തെ ഒന്നും ഇല്ലാത്തോളം അമേരിക്കയിലെ ഇന്റലിജൻസ് മേധാവി ഇവിടെ വന്ന് ഡോവലുമായിട്ടൊക്കെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമ്മൾ കാലത്തിന്റെ പോക്കാലോചിച്ചോണം. നമ്മൾ ഇവന്റെയൊക്കെ അവിടെ പോയി സമയം ചോദിച്ചില്ല നിന്ന്, അല്ലെങ്കിൽ എന്നാ പിന്നെ വരാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ റൂം എടുത്ത് 1 മാസം കിടന്ന് പിന്നെ സൗകര്യത്തിന് കണ്ടിട്ട് എന്നാലും സംസാരിക്കാതെ പോകുന്ന രാജ്യത്തിന്റെ മേധാവികളൊക്കെയാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ പറയുന്ന റോയെയും അല്ലെ ഇന്ത്യൻ സംവിധാനത്തെ, നമ്മുടെ ആഭ്യന്തര സംവിധാനത്തെ ഒക്കെ നിയന്ത്രിക്കുന്നതിന്റെ തലവനായിട്ടുള്ള ആൾക്കാരെ വന്ന് കണ്ട് പുള്ളിയുടെ ഉപദേശം കൂടെ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. എല്ലാ ദിവസവും രാവിലെ ലോകത്തോട് എല്ലാം നടക്കുന്ന കാര്യങ്ങളുടെ ബ്രീഫായിട്ടുള്ള ഒരു നോട്ട് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് കൊടുക്കേണ്ട ആളാ ഈ പറയുന്ന തുളസി. അല്ലെങ്കിൽ ആ രീതിയിൽ, അതായത് ലോകത്ത് എന്ത് കാര്യം നടക്കുന്നോ അത് രഹസ്യമായിട്ട് അമേരിക്കക്ക് അറിയണം. അമേരിക്കക്ക് അറിഞ്ഞിട്ട് ആ രാജ്യത്തിലെ ആഭ്യന്തര വിഷയങ്ങൾ ഉൾപ്പെടെ അറിയിപ്പിക്കുന്ന ആളാ. അപ്പൊ നിസ്സാര പോസ്റ്റ് അല്ല. അപ്പൊ അവരാണ് പറഞ്ഞത് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ, ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധമായ അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിനകത്ത്, അതായത് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന, ബൈഡൻ അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനകത്ത് ഇന്ത്യയുടെ നിലപാടിന്റെ കൂടെയാണ് ഞങ്ങളുടെ നിലപാട്. അവിടെ ഇപ്പം നടക്കുന്ന ഒരു താൽക്കാലിക സംവിധാനത്തിനകത്തേക്ക് ഒരാളെ അവിടെ കയറ്റിയിരുത്തിയപ്പോൾ അയാൾ ആ രാജ്യത്തിനകത്ത് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിന്, ആ രാജ്യത്തിനകത്ത് കാര്യങ്ങൾ നയിക്കുന്നതിന് യാതൊരു കാരണവശാലും അനുവദിക്കത്തില്ല.
അതിനകത്ത് അതിന് വ്യക്തത വരുത്തി പോകും. അതായത് ഹസീന അധികാരത്തിൽ വരും എന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞാൽ. ഇത് അവർ പറഞ്ഞത് വിശാലമായിട്ടാണ്, ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞത്. അതുപോലെ ഖാലിസ്ഥാൻ വാദത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. കാരണം ഖാലിസ്ഥാൻ വാദികൾ ഈ പറയുന്ന പോലെ നമ്മൾ ആവശ്യപ്പെടുന്ന ക്രിമിനൽസ് അവിടെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പരിശോധിച്ച് അവിടുത്തെ മെമ്പർഷിപ്പിൽ ഉള്ള അല്ലെങ്കിൽ അവിടുത്തെ അമേരിക്കൻ അംഗത്വം ഉള്ള ആളാണെങ്കിൽ പോലും അയാൾ ക്രിമിനൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൈമാറുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഖാലിസ്ഥാനിലെ കാര്യവും കാനഡയിലെ കാര്യവും തീരുമാനിക്കും. കാനഡ പ്രധാനമന്ത്രി ഇന്നലെ പുതിയ പ്രധാനമന്ത്രി പറയുന്ന ട്രംപുമായിട്ട് ശകലം പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ട്രംപുമായിട്ട് രാഷ്ട്രീയ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മനുഷ്യൻ. പക്ഷെ 2 ഇന്ത്യൻ വംശജരെ അവിടെ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഖാലിസ്ഥാൻ വാദികളുടെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുത്തേ മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. ഒരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിനകത്തേക്ക് ഭീകരപ്രവർത്തനവും അല്ലെങ്കിൽ ടെററിസ്റ്റ് സംവിധാനവും കയറ്റി അയക്കുന്നതിന് വേണ്ട സഹായം ഇനി ഉണ്ടാകത്തില്ല. അപ്പൊ 2 രാജ്യങ്ങളിലെയും ഖാലിസ്ഥാൻ വാദികളുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നത്തിനകത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള ഈ സഹായവും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത ഒരു തീരുമാനവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവത്തില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പോലെ തന്നെ, അല്ല അവരെ അദ്ദേഹം ഏൽപ്പിച്ചു വിട്ടതുപോലെയാണ് ഇവർ. അമേരിക്കൻ പ്രസിഡന്റ് പലവട്ടം വളരെ വലിപ്പത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഈ മോദി. കഴിഞ്ഞ ദിവസം ഈ ബ്രോഡ്കാസ്റ്റ് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു കേട്ടില്ലേ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അമേരിക്കയിൽ വെച്ച് പറഞ്ഞത് എനിക്ക് ട്രംപ് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്. ഞാനിപ്പോ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം അദ്ദേഹം മത്സരിച്ച് ഒന്നും അല്ലാതിരിക്കുന്ന സമയത്തും എതിരെ പോയാലും എന്നെ അറിയുന്ന ആരോടും ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് മോദി, എങ്ങനെയുണ്ട് മോദി. നേരിട്ട് വിളിക്കുന്നതിനപ്പുറം എല്ലാവരോടും കുശലാന്വേഷണം നടത്തുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പം അവർ തമ്മിലുള്ള ബന്ധത്തിനകത്ത് വ്യക്തത വരുത്തിയല്ലേ. ഇതുവരെ ഒരു രാഷ്ട്രത്തലവന്മാരുടെ ബന്ധം അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ചില ആൾക്കാർ പറഞ്ഞ് കയ്യെ വിലങ്ങ് വെച്ച് കാലയെ വിലങ്ങ് വെച്ച്, എന്റെ പൊന്നെ കയ്യേലും കാലേലും വിലങ്ങ് വെക്കേണ്ടവനെ പിന്നെ ഈ പറയുന്ന പോലെ കല്യാണം കഴിക്കാൻ ഒക്കൂ? വല്ലയിടത്തും പോയി ഇവിടുത്തെ പാസ്പോർട്ടും കത്തിച്ചിട്ടിട്ട് അവിടെ പോയി ആ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ കാട്ടിനകത്തൂടെയും പനാമ കനാലിൽ കൂടെ ഒക്കെ നീന്തി അവിടെ ചെന്നിരിക്കുന്നതിനെ പിന്നെ അവര് പിടിച്ചെന്തോ ചെയ്യണം? നമ്മൾ ചെന്ന് പറയാനൊക്കോ? ഇപ്പം പറയാനൊക്കോ ലക്ഷ്മി? അയ്യോ ഞങ്ങൾ ഇന്ത്യക്കാരാ, ആ നല്ല കള്ളനെ ഇഞ്ഞ് വിട്ടേക്കണേന്ന് പറയാനൊക്കെ നമ്മുടെ മാന്യതയും കൂടെ പോകത്തില്ല? എന്തൊരു അവരുടെ രാജ്യത്തിന്റെ അകത്ത് കയറി എന്നിട്ട് അതും ഇവിടെ പിടിച്ചോണ്ടിരിക്കുക. അതൊക്കെ നിന്നല്ലോ. കാരണം ഇവിടെ കൊണ്ടുവന്നപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്നപ്പോ നല്ല ഒന്നാന്തരം കള്ളന്മാരാ. കാരണം ഇവരെല്ലാം കൂടെ ഒരു ചക്കിനകത്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറിച്ചിലങ്ങ് നിർത്തി. കാരണം ഇത് ഇവിടെ വെക്കുന്നു എന്നുള്ള മറ്റേ വിദേശത്ത് കയറിപ്പോയി. കാരണം ഇവിടെ ഈ പരിപാടി, ഈ പ്രതിപക്ഷം ഇവിടെ ഈ പരിപാടി, മറ്റേത് വിദേശത്ത് കയറിപ്പോയ പരിപാടി, അങ്ങനെയൊക്കെ ഉള്ളൂ. മാത്രമല്ല ഇന്ന് പിന്നെ ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മോദി രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ എവിടെയെങ്കിലും ചെന്നിരുന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തി കാര്യങ്ങൾ നടത്താതെ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എന്റെ പൊന്ന് ജയറാം രമേശേ, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ മോദിയുടെ 3.5 മണിക്കൂറത്തെ ഇന്റർവ്യൂ അത് എടുത്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പപ്പുവിന് മനസ്സിലാവുന്ന രീതിയിൽ അയാളെ ഒരു 24 മണിക്കൂർ പലവട്ടം കേൾപ്പിക്കണം. പലവട്ടം കേൾപ്പിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു 50 കൊല്ലം കഴിയുമ്പോഴെങ്കിലും അധികാരത്തിൽ വരാൻ. ചുമ്മാ പിന്നെ ഇദ്ദേഹത്തിന് പ്രായമൊക്കെ കഴിഞ്ഞ് ഇനി അവസാനം ഇല്ല, പണ്ടറിഞ്ഞ പോലെ റിട്ടയർമെന്റ് കാലമാണല്ലോ. ആ സമയത്ത് എന്തേലുമൊക്കെ പറ്റി അയാൾക്കും അറിയാം ഒരു കാലത്ത് ഇത് രക്ഷപ്പെടാൻ പോകത്തില്ല. ഞാനീ പറഞ്ഞത്, ഒരു ദിവസം ഈ പറയുന്ന ജയറാം രമേശും നിങ്ങളുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരു ദിവസം മാത്രം ഈ നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെ ഒക്കെ ദിനചര്യ മാത്രം പഠിച്ച് എന്ത് ചെയ്യുന്നു, അതായത് ശ്രദ്ധാപൂർവം പഠിക്കണം. പണ്ട് ഈ പരീക്ഷിത്ത് മഹാരാജാവിന് മോക്ഷം കിട്ടാന് പറഞ്ഞു ഭാഗവത പാരായണം കേൾക്കാൻ പറഞ്ഞു. അതിന് ഉദാഹരണം ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു, മോക്ഷം കിട്ടും. അപ്പൊ അദ്ദേഹം വന്നിരുന്നു, അദ്ദേഹം ഒരു മുളയ്ക്കാത്തങ്ങാണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് വന്നിരുന്നു, അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. അപ്പൊ 10,000-കണക്കിന് ആൾക്കാർ വന്നു. അപ്പൊ അവരെല്ലാം ചോദിച്ചു, പരീക്ഷത്തിന് മാത്രം മോക്ഷം കിട്ടിയത്? ഞങ്ങളെല്ലാം ഭാഗവത പാരായണം കേട്ടു. അന്നേരം പറഞ്ഞു, പരീക്ഷിത് കേൾക്കേണ്ട പോലെ കേട്ടു. കാരണം ആ ഭാഗവത പാരായണത്തിന്റെ ആദ്യ തൊട്ട് അവസാനം വരെയുള്ള അർത്ഥം അത് എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് കേട്ടു, പുള്ളിക്ക് മോക്ഷം കിട്ടി. എന്ന് പറഞ്ഞ പോലെ ഇത് മോദിയെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടാ പോരാ, മോദി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് ഒരു ദിവസം പഠിച്ചാൽ പിന്നെ ഈ രാഹുൽ ഗാന്ധിക്കൊക്കെ ഒരു കൊല്ലം ഓടിക്കാനുള്ള ഊർജം കിട്ടുന്നതാണ് എന്റെ ഒരു കണക്ക്. കൊണ്ട് അദ്ദേഹത്തെ പഠിക്കാൻ കുറ്റം പറഞ്ഞാലൊന്നും ഏക്കത്തില്ല. എന്തെല്ലാം പറഞ്ഞു അങ്ങനെ അവർ പിടിച്ചിരിക്കുന്നത്.
ഇപ്പൊ ഇന്ന് രമേശ് പിടിച്ചിരിക്കുന്നത് അങ്ങനെ, പുള്ളിയെ കുറ്റം പറഞ്ഞാലും എനർജിയാ. മനസ്സിലാവുന്നില്ല? വണ്ടി ഭഗവാനെ ചീത്ത പറയുന്നവനെ അനുഗ്രഹിക്കും, ഭഗവാനെ തൊഴുന്നവനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ പോലുള്ള കാര്യമുണ്ട്. അത് കേട്ടിട്ടില്ലേ ലക്ഷ്മി? ദൈവത്തെ ചീത്ത പറയുന്നവനെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. നല്ല നമ്മള് വല്ല പ്രാർത്ഥിക്കുമായിരിക്കുമല്ലോ രാവിലെ എണീറ്റ്. മറ്റേ രാവിലെ തെറി പറഞ്ഞാലും മതി. അപ്പൊ ഇവര് ഇങ്ങനെ ഊർജത്തിലായിപ്പോ തൽക്കാലം നിൽക്കുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ നല്ലതുപോലെ ആക്കാമെങ്കിൽ കൂടുതൽ ഊർജം കിട്ടും. ഈ ഇപ്പോഴെങ്ങും ഒക്കത്തില്ല. ഈ പ്രിയങ്ക ഗാന്ധിയുടെ മോന്റെ കൊച്ചുകാലത്തെങ്ങാനും നമ്മളൊക്കെ കാലം ലോകത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാന്ന് പറയുക. അപ്പൊ ആ രീതിയിലെ കാര്യങ്ങൾ. അപ്പം ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നതിനകത്തുനിന്ന് വളരെ പോയി. അപ്പൊ നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്ന പാകിസ്ഥാന്റെ കാര്യത്തിലും ബംഗ്ലാദേശിന്റെ കാര്യത്തിലും ഖാലിസ്ഥാൻ ഭാഗത്തിന്റെ കാര്യത്തിലും ഒക്കെ തീരുമാനമെടുത്ത് പോകുന്ന ഒരവസ്ഥയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവി ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ നേരത്തെ ചില ആൾക്കാരുടെയൊക്കെ സപ്പോർട്ട് ഇട്ടിരുന്നു. ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ പാകിസ്ഥാൻ തീരുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ചൈനയും കൈവിട്ടു. ചൈന ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ബലൂചിസ്ഥാനിൽ കൂടെ ആയിരുന്നു പോകുന്നത്. ചൈനക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ കൃത്യം ആൾക്കാരെ നിർത്തി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. 40,000 പട്ടാളത്തെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ പട്ടാളം പോയിട്ട് പട്ടാളക്കാരന്റെ ഉടുപ്പ് പോലും ഇല്ല, അവരെ ഓടിച്ച് പന്തത്തെ കയറ്റി. അപ്പൊ ചൈന അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇത്രയും കാശ് മുടക്കാണ് അവർ ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ഒരു വ്യവസായ ഇടനാഴി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. POK കൂടെ പോകണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ താലിബാൻ പറയുന്നില്ലേ നമ്മുടെ അവര് ഇപ്പൊ കൈയടക്കി വെച്ചേക്കുന്ന ആ പ്രദേശത്തൂടെ പോകണം. ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ഇതിലേക്കൂടെ ഒക്കെ പോകണം. ഇപ്പൊ POKയിലും കയറാനൊക്കത്തില്ല. നമ്മുടെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലും കയറാനൊക്കത്തില്ല. ഈ മറ്റേ ഇപ്പൊ താലിബാന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെയും കയറാനൊക്കത്തില്ല. ഇപ്പൊ സിന്ധ് പ്രവിശ്യയില് പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിൽ ആൾക്കാർക്ക് ആയുധം എടുക്കാൻ BLA പറഞ്ഞിരിക്കുക. അപ്പൊ നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്ന പ്രശ്നം വരുന്ന ഒരു സമയത്ത് അവിടെ പട്ടാളം കയറി ഇടപെടുമായിരുന്നു. ഇപ്പൊ പട്ടാള ഭരണത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം പട്ടാളം ഇല്ല, പട്ടാളത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഇത് പിടിച്ച് പട്ടാള ഭരണം ഏൽക്കണമെങ്കിൽ അവർക്ക് അതിനൊരു ബലവും അതിനുള്ള സംവിധാനവും ഒക്കെ വേണ്ടല്ലോ. അപ്പൊ പാകിസ്ഥാനെ പട്ടാളം ഛിന്ന ഭിന്നമായി. ഇത് ഭയങ്കര അപകടത്തിലേക്കാ പോകുന്നത്. കാരണം എന്താ പറയാ, ഇവരുടെ കയ്യിൽ ഈ ആണവായുധം ഉണ്ടെന്നാ പറയുന്നത്. നമ്മള് നിസ്സാരമായിട്ട് നമ്മൾ ചിരിച്ചു കാണുമ്പോൾ ഈ ആണവായുധം ഉണ്ടെന്ന് പറയും. ഇപ്പൊ രാജ്യത്തിന്റെ കയ്യിൽ ഒരു ആണവായുധം ഉണ്ടെങ്കിൽ ഇപ്പൊ ലക്ഷ്മിയുടെ വീട്ടിലൊരു സാധനം ഇരിക്കുക, കുഴപ്പമുള്ള സാധനം വന്നാലും അതിന് ഉത്തരവാദിത്തം ലക്ഷ്മിക്ക് ഉണ്ടെങ്കിൽ നാളെ കാലത്ത് എനിക്ക് ലക്ഷ്മിയോട് ചോദിക്കാം, എന്തിയ സാധനം ഉത്തരവാദിത്തം ടേപ്പിച്ചില്ലേ. ഇത് ലക്ഷ്മിയുടെ ഉത്തരവാദിത്തം ഇല്ലാത്ത റോഡിൽ കൂടെ പോകുന്നതിന്റെ കയ്യിലോട്ട് പോവാ. ഇപ്പൊ അവിടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ കണ്ടാവാനുണ്ട്. ഈ പട്ടാളം ഒക്കെ ഈ രീതിയിലായി രാജ്യം കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയിലേക്കും ശിഥിലീകരിക്കുന്ന അവസ്ഥയിലേക്കും നമ്മൾ ഇപ്പോൾ തന്നെ എടുത്ത പട്ടാളത്തിന് ഇതൊക്കെ ഈ ആണവായുധമൊക്കെ വേണ്ട കയ്യിലായാല് എന്തോ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഏത് ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ കയ്യിലായാലും. കാരണം അവർക്ക് നോക്കാനൊന്നും ഇല്ലല്ലോ. ഒരു ഭാഗം നിൽക്കുന്ന യൗമാരുണ്ടാക്കിയെടുത്തേക്കുന്ന മൊത്തം ഇവിടെ അല്ല ജീവിതം, സ്വർഗത്താ ജീവിതം. അവന്മാർ എങ്ങോട്ടൊക്കെ വെച്ച് കാച്ചെന്ന് അറിയാൻ പറ്റും. അവർക്ക് ഇവിടെ ജീവിതം ഇല്ലാത്തതുകൊണ്ട് അവന്മാർക്ക് ഈ ജിഹാദോ അങ്ങനെ സാധനം നടത്തിയിട്ട് അവർക്ക് സ്വർഗത്ത് പോയാൽ മതി. ബാക്കിയുള്ളവരുണ്ട്. അപ്പം വിവരക്കേടിന് സംസ്ഥാന കമ്മിറ്റി ആൾക്കാരെ ഇത് മൊത്തം. അപ്പൊ അവരെ എന്തെങ്കിലും ഇപ്പം അത് വലിയ അവിടെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. പാകിസ്ഥാൻ പിളരുന്നത് 4 or 5 എന്നൊക്കെ ആവുമെന്ന് പറയുമ്പോഴും സന്തോഷിക്കുമ്പോഴും വലിയ അപകടങ്ങളുണ്ട് ഇതിന്റെ പുറകിൽ. കാരണം വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം ആ രീതിയിലേക്കുള്ള അതുകൊണ്ടാണ് ഈ പ്രഷർ ഉണ്ടെന്ന് നമ്മൾ പലവട്ടം പറയുന്നത്. ആ അതിർത്തി രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന വിഷയത്തിനകത്ത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ലോക രാജ്യങ്ങൾക്കും വല്ല വലിയ പ്രഷറുണ്ട്. ഇപ്പൊ നമ്മളെയൊക്കെ അനുകൂലമായിട്ടാണ് ലോകം മൊത്തം നിൽക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ വിഷയത്തിനകത്തൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് പട്ടാളക്കാരെ കൊല്ലുന്നു. പാകിസ്ഥാനില് 4 or 5 ആയിട്ട് വിഭജിക്കാൻ പോകുന്നു. പാകിസ്ഥാന് ലോകത്തുള്ള രാജ്യമേ അല്ലല്ലോ. ആരും ഒരു അഭിപ്രായം പറയുന്നു. ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ആരും ഒരു അഭിപ്രായം പറയുന്നില്ല. ആർക്കും വേണ്ടാലോ. നേരത്തെ എന്തുമായിരുന്നു? ഐക്യരാഷ്ട്രസഭ അഭിപ്രായം പറയുന്നു, മറ്റവർ പറയുന്നു, മറിച്ചവർ പറയുന്നു, ഇടപെടുന്നു. ഇപ്പൊ എന്താ അഭിപ്രായം പറയുന്നത്? അഭിപ്രായം പറയുന്നത് പറഞ്ഞാൽ ഇന്ത്യക്കെതിരായിരിക്കുന്ന രാജ്യങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ഇന്ത്യയായിട്ടുള്ള ബന്ധം പോകും. ചുമ്മാ ഇവനൊക്കെ വേണ്ടി അഭിപ്രായം പറഞ്ഞ് ഉള്ള ബന്ധം കളഞ്ഞ് അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഇപ്പൊ സംരക്ഷിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി അപ്പൊ എല്ലാ രീതിയിലും ഇന്ത്യയുടെ ഒരു കാലമാണിത്. മനസ്സിലാവുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പോക്കാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.